പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 7ാം ക്ലാസ് പരീക്ഷ ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വലിയ ബക്കറ്റിൽ 45 ലിറ്റർ വെള്ളവും ചെറിയ ബക്കറ്റിൽ 15 ലിറ്റർ വെള്ളവും ഉണ്ട്. വലിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് 50 ലിറ്ററും ചെറിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് 20 ലിറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ ബക്കറ്റിൻ്റെ ഉള്ളളവിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് എന്നാണ്. അപ്പോൾ 2/5 എന്ന് എഴുതിയാൽ 2/5 പാർട്സ് അല്ലെങ്കിൽ ഭാഗം എന്ന് എഴുതിയാൽ അതാണ് ഉത്തരം. ബി എന്നത് ചെറിയ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ എത്ര മടങ്ങാണ് വലിയ ബക്കറ്റിലെ വെള്ളം? 3 മടങ്ങ്, 3 ടൈംസ്, 3 മടങ്ങാണ്. ഇനി സി ക്വസ്റ്റ്യൻ: ചെറിയ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ എത്ര ഭാഗം ഒഴിച്ചാൽ വലിയ ബക്കറ്റ് നിറയും? വലിയ ബക്കറ്റ് നിറയാൻ വേണ്ടിയിട്ട് 5 ലിറ്റർ വെള്ളം വേണം. വലിയ ബക്കറ്റ് നിറയാൻ വേണ്ടിയിട്ട് 5 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ ചെറിയ ബക്കറ്റിൻ്റെ 1/3 പാർട്സ്, 1/3 പാർട്സ്, 1/3 ഭാഗം എന്ന് എഴുതുക. 1/3 ഭാഗം അല്ലെങ്കിൽ പാർട്സ് എന്ന് എഴുതുക. അതായത് വലിയ ബക്കറ്റ് നിറയാൻ നമുക്ക് 5 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ ചെറിയ ബക്കറ്റിൻ്റെ 1/3 ഭാഗം എന്നാണ് ഉത്തരം. ഇനി ഡി ക്വസ്റ്റ്യൻ: 1/3ൻ്റെ 3 മടങ്ങിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? സി ആണ് ശരിയായ ഉത്തരം, 3/3. രണ്ടാമത്തെ: 2 വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ മട്ടകോണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയുമായ ഒരു ട്രയാങ്കിൾ, ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 വശം നീളം 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആയിരിക്കണം. അവയ്ക്കിടയിൽ മട്ടകോണായിരിക്കണം. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എത്രയാണെന്ന് അളന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ വശത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി സി താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ത്രികോണത്തിലും കോണുകൾക്കും എതിർവശങ്ങൾക്കും ഒരേ വലിപ്പക്രമമായിരിക്കും. അത് ശരിയാണ്. ബി ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം മറ്റ് 2 വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ വലുതാണ്. അത് തെറ്റാണ്. അപ്പോൾ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ഇനി സിയും ഡിയും തന്നിട്ടുണ്ട്, അതൊന്നും കൂടി നമുക്ക് നോക്കാം. ഏത് ത്രികോണത്തിൻ്റെയും 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. അല്ലേ? അതെ, ശരിയാണ്. അപ്പോൾ ഡി ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം മറ്റ് 2 വശങ്ങളുടെ തുകയേക്കാൾ ചെറുതാണ്. ഡിയും ശരിയാണ്. അപ്പോൾ തെറ്റായത്, ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ബി ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചതുരാകൃതിയായ ഒരു പൂന്തോട്ടത്തിൻ്റെ പരപ്പളവ് 6.3/4 ചതുരശ്ര മീറ്ററും അതിൻ്റെ വീതി 1.1/2 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ പൂന്തോട്ടത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6.3/4 ഡിവൈഡഡ് ബൈ ഹരിക്കണം എന്തും കൊണ്ട്? 1/2 കൊണ്ട്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 4/1/2 മീറ്ററിന്. അപ്പോൾ പൂന്തോട്ടത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 4.5 മീറ്ററാണ്. 4/1/2 മീറ്ററാണ്, 1/2 മീറ്ററാണ്. ഇനി ബി ക്വസ്റ്റ്യൻ: പൂന്തോട്ടത്തിൻ്റെ നീളവും വീതിയും മടങ്ങും ഭാഗവുമായി എഴുതുക. അപ്പോൾ വീതിയുടെ 3 മടങ്ങാണ് എന്തെന്ന് പറയുന്നത്? നീളം, അല്ലേ? അപ്പോൾ നമുക്ക് വീതിയുടെ 3 ടൈംസ്, വീതിയുടെ 3 മടങ്ങാണ് എന്ത്? വീതിയുടെ 3 മടങ്ങാണ് നീളം. വീതിയുടെ 3 മടങ്ങാണ് നീളം. നീളത്തിൻ്റെ 1/3 ഭാഗമാണ് വീതി, പാർട്സാണ് വീതി. വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്തും വിഡ്ത്തും. അപ്പോൾ വിഡ്ത്തിൻ്റെ 3 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത്? ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇനി ലെങ്ത്തിൻ്റെ 1/3 ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? വിഡ്ത്ത്, വീതി എന്ന് പറയുന്നത്. വീതി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സി ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തവയിൽ 1/2/3ൻ്റെ വിൽക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3/5 ആണ്. ഏതാണ്? 3/5. സി ആണ് ശരിയായ ഉത്തരം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്, അത് ചെയ്യാം. നമുക്ക് നോക്കാം. ഒരു ജനൽ ഉണ്ടാക്കുന്നതിന് 1.5 മീറ്റർ നീളമുള്ള 12 കമ്പിയും 1/3 മീറ്റർ നീളമുള്ള 18 കമ്പിയും വേണം. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1 മീറ്റർ കമ്പിയിൽ നിന്ന് 1/3 മീറ്റർ വീതം നീളമുള്ള എത്ര കമ്പികൾ മുറിച്ചെടുക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 കമ്പികളാണ്. എത്രയാണ്? 3 കമ്പികൾ. 3 ആണ് ആൻസർ. 3 കമ്പികളാണ് മുറിച്ചെടുക്കാൻ കഴിയുന്നത്. ഇനി ബി
ചോദിച്ചിരിക്കുന്നത് ജനൽ നിർമ്മിക്കാൻ 6 മീറ്റർ നീളമുള്ള എത്ര കമ്പികൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനൽ നിർമ്മിക്കാൻ 6 മീറ്റർ നീളമുള്ള, അപ്പോൾ 1/2 മീറ്റർ നീളമുള്ള 12 ആകെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 18 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 1/3 മീറ്റർ നീളമുള്ള 18 6 മീറ്റർ എന്ന് എഴുതിയാൽ ആകെ 24 മീറ്റർ എന്നും 4 കമ്പികളെന്നും നിങ്ങൾ ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ 1 മീറ്റർ നീളമുള്ള 12 ആകെ നീളം, അങ്ങനെ നിങ്ങൾ ആദ്യം എഴുതണം. 1/2 മീറ്റർ നീളമുള്ള 12 ആകെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 1/2 മീറ്റർ നീളമുള്ള 12 ആകെ നീളം എന്ന് പറയുന്നത് 18 മീറ്ററാണ്. 1/3 മീറ്റർ നീളമുള്ള 18 6 മീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആകെ 24 മീറ്റർ എന്ന് 24 മീറ്ററാണ്. അപ്പോൾ 4 കമ്പികളാണ്. അപ്പോൾ ജനൽ നിർമ്മിക്കാൻ 6 മീറ്റർ നീളമുള്ള 4 കമ്പികളാണ് വേണ്ടത്. 4 കമ്പികൾ. ഇനി സി 3/4 / 1/2 തുല്യമായത് ചുവടെ തരുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 3/4 × 2. ഇനി നാലാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ നമുക്കൊരു ചിത്രം തന്നിരിക്കുന്നു. ചിത്രത്തിൽ ABCD എന്നീ വരകൾ സമാന്തരമാണ്. കോൺ CEF ഒരു മട്ടകോണാണ്. കോൺ ABF = 60 ഡിഗ്രിയാണ്. ത്രികോണത്തിലെ മറ്റു 2 കോണുകളുടെ അളവുകൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. എയുടെ ആൻസർ ആയിട്ട് ആംഗിൾ CFE എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ECF എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ CFE എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ECF എന്ന് പറയുന്നത് 30 ഡിഗ്രിയും ആണ്. ഓക്കെ, CEF ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ മറ്റു രണ്ടും കണ്ടുപിടിക്കാൻ 180 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കിട്ടും. ഇനി കോൺ BFCയുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 120 ഡിഗ്രി. ഇനി സി ചോദിച്ചിരിക്കുന്നു. ABCE എന്നീ വരകൾ സമാന്തര വരകളല്ലെന്ന് കോണുകളുടെ അളവുകൾ ഉപയോഗിച്ച് സമർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാം? എങ്ങനെയായിരിക്കും? നമുക്കറിയാം ABCE എന്നിവർ സമാന്തര വരകളല്ല. അതായത് അതെന്തുകൊണ്ടായിരിക്കും? അത് കോണുകളുടെ അളവുകൾ ഉപയോഗിച്ച് സമർത്ഥിക്കാനാണ് നിങ്ങളോട് പറയണേ. ആംഗിൾ ABEയുടെയും ആംഗിൾ CEFൻ്റെയും തുക, അതായത് കോണുകളുടെ തുക 180 ഡിഗ്രി അല്ല അല്ലേ? അതുകൊണ്ട് അവ എന്തല്ല? സമാന്തര വരകൾ അല്ല. ആംഗിൾ ABEയുടെയും ആംഗിൾ CEFൻ്റെയും തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി അല്ല. അതുകൊണ്ട് അതെന്തായിരിക്കില്ല? സമാന്തര വരകൾ ആയിരിക്കില്ല. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ സമാന്തര വരയുമായി ബന്ധപ്പെട്ടത്, അതായത് പാരലൽ ലൈൻസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു. സമാന്തര വരകൾക്കിടയിലെ ലംബ ദൂരം എല്ലായിടത്തും തുല്യമായിരിക്കും. സമാന്തര വരകൾ മറ്റൊരു വരയുമായി ഒരേ ചെരിവിലായിരിക്കും. ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കോണുകളും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ഡി സമാന്തര വരകൾ ഒരിക്കലും കൂട്ടി മുട്ടില്ല. ഇതിൽ സി ആണ് ഉത്തരം. താഴെ കൊടുത്തിരുന്ന പ്രസ്താവനയിൽ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരയുമായി ബന്ധപ്പെട്ട തെറ്റായത് ഇതാണ്. സി ആണ് ഉത്തരം. നെക്സ്റ്റ് ലോവർ ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ ABCD എന്നീ വരകൾ സമാന്തരങ്ങളാണ്, പാരലലാണ്. കോൺ CPBയുടെ അളവ് 130 ഡിഗ്രിയാണ്. കോൺ AOCയുടെ അളവ് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BPD എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ BPD എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ABP എന്ന് പറയുന്നതും 50 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ CEBE BF എന്നീ വരകൾ സമാന്തര വരകളാണെന്ന് കോണുകളുടെ അളവുകൾ ഉപയോഗിച്ച് സമർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ സിയുടെ ആൻസർ ആണ് കേട്ടോ. ആംഗിൾ ECD, ആംഗിൾ ECD എത്രയാണ്? 50 ഡിഗ്രിയാണ് അല്ലേ? ആംഗിൾ ECD 50 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ECDയുടെയും ആംഗിൾ BPCയുടെയും സമ്മ് എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയതുകൊണ്ട് അതെന്താണ്? സമാന്തരമാണ്. നമ്മളിപ്പോൾ മോളി പറഞ്ഞ സമ്മ 180 ആവാത്തത് കൊണ്ട് എന്താണ്? അത് സമാന്തരമല്ല, പാരലൽ ലൈൻസ് അല്ല എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടും ECD ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രിയാണ്. ECD ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രിയാണ് അല്ലേ? ECD ഈക്വൽ ടു 50 ഡിഗ്രിയാണ്, 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ECDയുടെയും BPCയുടെയും തുക അല്ലെങ്കിൽ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതെന്താണ്? സമാന്തര പാരലൽ ലൈൻസ് ആണ്. അത് നിങ്ങൾ എഴുതി തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. D എന്ന് പറയുന്നത് സാമാന്തരികവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമാന്തരികവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏതാണ്? എതിർകോണുകൾ തുല്യമാണ്, എതിർവശങ്ങൾ തുല്യമാണ്. C 4 വശങ്ങളും എല്ലായ്പ്പോഴും തുല്യമാണ്. D സാമാന്തരികത്തിലെ ഒരു ചെറിയ കോണിൻ്റെയും ഒരു വലിയ കോണിൻ്റെയും അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇതിലേതാണ്? C ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചതുരത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ്. താഴത്തെ വശത്തിന് 1/4 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര ഭാഗമാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഭാഗമാക്കാം? 18. ഇനി B ക്വസ്റ്റ്യൻ, ചതുരത്തിൻ്റെ വീതി നീളത്തിൻ്റെ 1/2 ഭാഗമാണ്. വീതി എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2/1/4. 2/1/4 ആണ്. ഇനി C, ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4/1/2 ഇൻറ്റു 2/1/4 അല്ലേ? 2/1/4. ഇപ്പോൾ വീതി കണ്ടുപിടിച്ചു അല്ലേ? വീതി എത്ര സെൻറ്റിമീറ്റർ? 2/1/4 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കിട്ടും? 81/8. 81/8. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ ഇതിനെ മിശ്ര ഭിന്നാക്കിയിട്ട് എഴുതണം, വിഷമഭിന്നമായിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? 10/1/8 എന്ന് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ല 8/1/8 എന്ന്, അല്ല 81/8 എന്ന് വേണമെങ്കിലും എഴുതാം. ഇത് രണ്ടും എഴുതിയാലും ഉത്തരം ശരിയാണ്. 10/1/8 എന്ന് എഴുതിയാലും ശരിയാണ്, 81/8 എന്ന് എഴുതിയാലും ശരിയാണ്. ഇനി നെക്സ്റ്റ് D ക്വസ്റ്റ്യൻ, 2/1/3 2 മടങ്ങിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2/1/3 2 മടങ്ങിന് തുല്യമായത് 4/2/3 ആണ്. 4/2/3 ആണ്. നെക്സ്റ്റ് ഇതൊരു പാറ്റേൺ തന്നിരിക്കുന്ന രീതിയിൽ പാറ്റേൺ വരച്ച് ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി B ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ അളവുകളാണ് A ഭാഗത്ത് കൊടുത്തത്. ഈ വശങ്ങൾക്ക് യോജിച്ച മൂന്നാമത്തെ അളവ് B ഭാഗത്ത് ചേർത്ത് എഴുതിയാൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് ശരിയായത്? B ആണ് ശരിയായ ഉത്തരം. A 3, B 1, C 2. അപ്പോൾ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നിങ്ങളുടെ മാത്സിൻ്റെ ഗണിതത്തിൻ്റെ ആൻസർ കീ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.